ആംബുലൻസിന് വഴിയൊരുക്കാനായി ഓടുന്ന പോലീസുകാരി അപർണ ലവകുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥയെ സമൂഹമാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. BGMI ജോണി ജോണി യെസപ്പ എന്ന ചിത്രത്തിലെ കരളലിയിപ്പിക്കുന്ന പാട്ടുകൂടി ആയപ്പോൾ ദൃശ്യത്തിന് വൈകാരികതയേറെ. ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയുമായി വീഡിയോ ഇതുവരെ കണ്ടത് 11 ലക്ഷത്തിന് മേൽ ആളുകൾ. മെഡിഹബ് ഹെൽത്ത് കെയറിന്റെ ആംബുലൻസിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ ഫൈസലിനൊപ്പം ഉണ്ടായിരുന്ന ഇർഫാനാണ് ഈ ദൃശ്യം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചത്. ഒരു ആംബുലൻസിന്റെ സായതം കേൾക്കുന്നുണ്ട്. അപ്പൊ നോക്കിയപ്പോ ഞങ്ങളുടെ ബാക്കിലായിട്ട് ഒരു ആംബുലൻസ് വരുന്നുണ്ടായിരുന്നു. അതിന്റെ നോക്കാം, നമുക്ക് യൂണിഫോം ഇട്ടാലും ശരി ഇല്ലെങ്കിൽ ശരി ഇരിപ്പുറക്കില്ല ഒരു പോലീസുകാരനോ പോലീസായിരിക്കും. അപ്പൊ ഞാൻ ഒന്നും നോക്കിയില്ല, ഇറങ്ങി. നല്ല സഹകരണമായിരുന്നു. പിന്നെ യാത്രക്കാരൊക്കെ പെട്ടെന്ന് നമ്മൾ പറയുമ്പോ തന്നെ അവര് ഒതുക്കാൻ സ്ഥലം വേണ്ടേ, ഉള്ള പരിമിതിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അവര് വണ്ടി ഒതുക്കി ആംബുലൻസ് കടത്തിവിടാനായിട്ട് പറ്റി. നമുക്ക് ഒരുപാട് തിരക്കുണ്ടാവും, മനുഷ്യൻ തിരക്ക് പിടിച്ചോടിക്കൊണ്ടിരിക്കുന്ന സമയല്ലേ. പക്ഷെ അതിലും വിലപ്പെട്ടതാണ് അതിനുള്ളിൽ കിടക്കുന്ന ജീവൻ. അത് ആരാന്ന് എനിക്ക് അറിയില്ല, ആരാണ് എന്നൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ ആ ജീവന് വില നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആരെങ്കിലും ആയിരിക്കണം അതിന്റെ ഉള്ളിൽ ചിന്ത. അത് പോലീസ് തന്നെയല്ല, പോലീസ് ആണെങ്കിലും സിവിലിനാണെങ്കിലും ചെയ്യണം. അത് വഴി മാറി കൊടുക്കുക, വഴി മാറാനായിട്ട് പറ്റുക പറയാ. അതുകൊണ്ട് അതെല്ലാവരും അതറിയാവുന്നതുകൊണ്ട് ഇന്നലെ ആ വീഡിയോ ശരിക്കും കാണാം. എല്ലാവരും കറക്റ്റ് ആയിട്ട് പറയുമ്പോഴത്തേനും വഴിമാറി തന്നേക്ക് പറഞ്ഞു. അത്യാസന്ന നിലയിലായ രോഗിയെ ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് തൃശൂർ അശ്വിനി ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടത്. ആംബുലൻസിന് മുൻപോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ. ഉടൻ തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന തൃശൂർ സിറ്റി വനിതാ പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അപർണ ലവകുമാർ ആംബുലൻസിന് വഴിയൊരുക്കി കൊടുത്തു. ഇത് ആദ്യമായല്ല അപർണ ലവകുമാർ ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും വാർത്തകളിൽ നിറയുന്നതും. 2009 ഒള്ളൂർ പോലീസ് സ്റ്റേഷനിലെ വനിതാ കോൺസ്റ്റബിളായിരിക്കെയാണ് ആദ്യം വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. ഒരു സ്ത്രീയുടെ മൃതദേഹം ബില്ലടയ്ക്കാതെ വിട്ടുനൽകാൻ വിസമ്മതിച്ച ആശുപത്രി അധികൃതർക്ക് മുൻപിൽ ബുദ്ധിമുട്ടിയ വീട്ടുകാർക്ക് തന്റെ 3 സ്വർണ്ണവളകൾ അപർണ ഊരിക്കൊടുത്തു. പിന്നീട് 2019 ക്യാൻസർ രോഗികൾക്ക് തന്റെ മുടി മുഴുവനായി മുറിച്ചു നൽകി. അന്ന് ഇരിങ്ങാലക്കുട തൃശൂർ റൂറൽ വനിതാ പോലീസ് സ്റ്റേഷനിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായിരുന്നു അപർണ. ഇതറിഞ്ഞ് ഞങ്ങളുടെ തൃശ്ശൂര് ACP സലീം സാറാണ്. സലീം സാർ വിളിച്ചിട്ട് വളരെ നന്നായി പറഞ്ഞു. അതുപോലെ ഞങ്ങളുടെ കമ്മീഷണർ ഇളങ്കോ IP സാറുകളാണ്, അദ്ദേഹം അതേ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പോലീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ വേണമെന്നാണ് പറഞ്ഞത്. എന്റെ കൊളീഗ്സും എന്റെ കൂടെ ജോലി ചെയ്യുന്നവരും ഇതിന്റെ റിലേറ്റീവ്സ് നാനാഭാഗത്തുനിന്ന് ആളുകൾ വിളിച്ച് മെസ്സേജ് ആയിട്ട് വളരെ നന്നായിരുന്നു. 2002 അപർണ കേരള പോലീസിന്റെ ഭാഗമായത്. ഓട്ടമൊന്നും അപർണയ്ക്ക് പുത്തരിയല്ല. കഴിഞ്ഞ വർഷത്തെ ആനുവൽ അത്ലറ്റിക് മീറ്റിൽ 100 മീറ്റർ ഓട്ടത്തിൽ 1ാം സ്ഥാനം നേടിയ ആളുകൂടിയാണ് അപർണ ലവകുമാർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.